ഹായ് ഓൾ, ഇത് സുധി എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ മിമിക്രി കലാകാരൻ്റെ ഭാര്യയാണിത്. ഇപ്പം സുധി മരിച്ച സമയത്തൊക്കെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ ഒരുപാട് സഹതാപം പിടിച്ചു പറ്റി അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് സഹതാപം പിടിച്ചു പറ്റിയ ഒരാളാണ്. അപ്പോൾ ഇവർ ചെയ്ത ഈ ഫോട്ടോഷൂട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇതൊരു വീഡിയോസ് മാത്രമാണ്. ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ വാക്കുകൾ വരെ അന്ന് പിടിച്ചു വാങ്ങിയ സഹതാപമൊക്കെ ഏത് ലെവലിലേക്കാണെന്ന് മനസ്സിലാവും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ. ശരിയാണ് ഗൈസ്, ഇതുപോലുള്ള കുറേ വേട്ടാവളന്മാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് മുഴുവൻ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഭർത്താവ് മരിച്ച ഒരിക്കലും ഒരു ഭാര്യ ഇതുപോലെ സന്തോഷിക്കാൻ പാടുള്ളതല്ല. ആ ഭർത്താവ് മരിച്ചതിൻ്റെ വേദനയിൽ കരഞ്ഞ് കണ്ണീരൊപ്പിച്ചാവണം. അവസാന കണ്ണീര് ഒട്ടിയിട്ട് ശരീരത്തിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പെടഞ്ഞ് ചാവണം. അതാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഇതുപോലെ ചെയ്യണം. കാരണം മരിച്ചവരെ ഓർത്ത് നമ്മൾ അങ്ങ് ഇല്ലാണ്ടാവണം. ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. അതാണ് ലൈഫ്. നമുക്ക് ഒരു ലൈഫല്ല. ഒരാൾ മരിച്ചാൽ പിന്നെ നമ്മുടെ ലൈഫ് അവിടെ തീർന്നു. പിന്നെ നമ്മൾ ജീവിക്കുന്നത് ആ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് ഇതുപോലെ സന്തോഷിക്കുന്നത് പാടില്ല, ഒരിക്കലും പാടില്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ പണ്ടത്തെ പോലെ ഭർത്താവ് മരിച്ചാൽ ആ ചെതിയിലങ്ങ് തുള്ളി ചാവണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും സന്തോഷിക്കാനേ പാടില്ല. കാരണം സന്തോഷം നമുക്ക് പാടില്ല. മരിച്ചാൽ ഓർത്ത് കരഞ്ഞങ്ങ് ഇല്ലാണ്ടാവുന്നതിന് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കണം.